ആരെയും വകവയ്ക്കാത്ത ഒരഹങ്കാരിയായിരുന്നു രാജകുമാരി. പക്ഷേ പാവപ്പെട്ട കലാകാരന്റെ കഴിവിന് മുന്നിൽ അവൾ തലകുനിച്ചു. എന്നിട്ട് എല്ലാം മറന്ന് അവൾ അവനെ സ്നേഹിച്ചു. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അയാളോടൊത്ത് ജീവിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. മിടുക്കി. പക്ഷേ അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നിശ്ചയിച്ച രാത്രി ആരും അറിയാതെ അയാൾ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി. ഭീരു. ആട്ടെ, ആ കലാകാരന്റെ സ്ഥാനത്ത് വിഷ്ണു ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? മരിക്കേണ്ടി വന്നാലും ആ രാജകുമാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വിധിയെ നേരിടുമായിരുന്നു. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായും. എങ്കിൽ ആ രാജകുമാരി ഞാനും കലാകാരൻ വിഷ്ണുവുമാണ്. വാട്ട്? എന്താ നടങ്ങുന്നത്? അത് അത് വിഷ്ണു, I love you. I love you with all my heart. സാറിനൊരു നോട്ടീസ് ഉണ്ട്, വീട് ഒഴിഞ്ഞു കൊടുക്കാൻ. വീട് ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ സാർ, അഡ്വക്കേറ്റ് പ്രേംകുമാർ വഴി രജനി അയച്ചിരിക്കുന്ന നോട്ടീസാണത്. വാട്ട്? വീട് അവളുടെ പേരിലല്ലേ സാർ, അതുകൊണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ അവകാശമുണ്ടല്ലോ. അവൾ അത്രയ്ക്കായോ? സാർ, ബഹളം ഉണ്ടാക്കരുത് സാർ. ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് സാർ. പ്ലീസ് സാർ, സാർ പ്ലീസ്. ശരി, ഞാൻ പറയുന്നത് കേൾക്ക് സാർ. സാർ നിൽക്കണം സാർ. സാർ പ്ലീസ്. സാർ 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 നിൽക്കണം സാർ. സാർ പ്ലീസ്. രജനി, എടി രജനി. വാട്ട് യു വാണ്ട് മിസ്റ്റർ സണ്ണിച്ചെറിയൻ? ഐ വാണ്ട് ടു സീ രജനി. നോ, എന്റെ ക്ലയന്റ് ഇപ്പൊ കാണാൻ തരപ്പെടില്ല. രജനി ചുമതലപ്പെടുത്തിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എവിക്ഷൻ നോട്ടീസ് അയച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോർട്ടിൽ പറയാം. You bloody fool! എന്താണ് കാണിക്കുന്നത്? പ്രേംകുമാർ അവളുടെ അഡ്വക്കേറ്റ് ആണ്. Why do you call with him? Let us go. Come on, please. I won't leave her. നടന്നു സാർ, നടക്ക്. പോയോ? പിന്നെ പോവാതെ എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് ഇറക്കി വിടണം. ഞാൻ ഏറ്റു. മിനിയുടെ കല്യാണം എത്ര മണിക്കാ മോളെ? കല്യാണം 10 മണിക്കാ. പക്ഷേ സദ്യയെല്ലാം കഴിയുമ്പോ 2 മണിയാവും. ശരി, പോയിട്ട് വരും. വിഷ്ണു, വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ആന്റി? പറയാം, വരൂ. ആന്റി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. നിനക്ക് എന്ത് പറ്റി വിഷ്ണു? ഷർലി വരുന്നതിന് മുമ്പ് ആന്റി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇനിയും നമ്മൾ തമ്മിൽ തെറ്റായ ഒരു ബന്ധം ഉണ്ടാവരുതെന്ന്. അതുകൊണ്ട് ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്ന് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നു. വിഷ്ണു, ഷെർലി വീട്ടിലില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിവിടെ വെച്ച് തന്നെ പറയാമല്ലോ. നോ, എന്റെ കൂടെ വരൂ. വരാം. എന്താ കുഞ്ഞ്? എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കാസിനോട് അടുത്ത് കിടക്കാണ്. താൻ പോയി എന്താണെന്ന് നോക്കി അത് എടുത്തോണ്ട് വരൂ. ശരി കുഞ്ഞ്. ഷെർലി കാലത്തെ കല്യാണത്തിന് പോയതുകൊണ്ടാ നമുക്ക് ഇന്നൊന്ന് കൂടാൻ പറ്റിയത് വിഷ്ണു. അവൾ ഒരു പാവം പെണ്ണാന്റി. നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് അവൾ അറിഞ്ഞാൽ വളരെ മോശമാ. അവൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ അതോർത്ത് പേടിക്കണ്ട. ഇത് അവസാനത്താണ് ആന്റി. ഇനി വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. ഞാൻ പോകുന്നു. അവളെ
വൈകുന്നേരമേ വരൂ. എന്നാലും പൊയ്ക്കോ. മോള് മടങ്ങി പോകുന്നതുവരെ വീണ്ടും ഞാൻ ഈ നാടകം തുടരണമെന്നല്ലേ? വല്ലാത്ത ഗതിയുടെ തന്നെ ആന്റി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എത്ര തവണ നമ്മൾ ബന്ധപ്പെട്ടു. ഇനി മരണം വരെ എനിക്ക് നിന്നെ പിരിയാനാവില്ല വിഷ്ണു. നീ എന്നെ വിട്ടു പോകുമോ? ഇല്ല ആന്റി. എനിക്ക് പറ്റുള്ളൂ. ഒന്ന് ചിരിച്ചുകൊണ്ട് പോകൂ വിഷ്ണു. മിസ്റ്റർ സണ്ണിച്ചെറിയാൻ, കോടതി വിധി നടപ്പാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ആസ് എ ലോയർ യു ഓൾസോ നോ ഇറ്റ്. ഇൻസ്പെക്ടർ, ഈ വീട് എന്റെയാണ്, ഞാൻ പണിയിച്ചതാണ്. ആയിരിക്കാം, പക്ഷെ ഇപ്പോഴും എന്റെ ഉടമസ്ഥ രജനിയാണ്. ഷി ഹാസ് ബിട്രേഡ് മീ. ദാറ്റ്സ് എ ഡിഫറന്റ് കേസ്. സർ, ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. നമുക്ക് അവിടെ ചെന്നിരുന്ന് വേണ്ട മേൽ നടപടികളെ കുറിച്ച് ആലോചിക്കാം. പ്ലീസ് കം, പ്ലീസ്. പറഞ്ഞു സർ. മാഡം, ദ പാർട്ടി ഹാസ് വെക്കേറ്റഡ് ദ ഹൗസ്. താങ്ക് യു സർ. മോളെ, മമ്മയുടെ കണക്കൂട്ടിൽ എങ്ങനെ ഇരിക്കുന്നു? ആര് പറഞ്ഞോ എന്റെ മുറി കയറി ഇതെടുക്കാൻ? ഞാനിത് കണ്ടപ്പോ കാണുന്ന എല്ലാം നിനക്ക് കൈയടക്കണോ അല്ലേ? ബ്ലഡി എന്താണെന്നോ ഈ തന്റെ പിടിച്ചിരിക്കുന്നു? വിഷ്ണു അതൊരിക്കലും ചെയ്യില്ല മോളെ. വിഷ്ണു പോകൂ. ഇനി എന്റെ വീട്ടിൽ കയറിയ ആർച്ചന്റെ പല്ല് ഞാൻ പൊളിക്കും. അവനെ ഇറക്കി വിട്ടാൽ പിടിച്ചില്ലേ? അതിനവൻ എന്ത് തെറ്റ് ചെയ്തു? ഏത് തെറ്റ് ശരിയായിട്ട് അമ്മയ്ക്ക് എന്ന് തോന്നും. ചിലർക്ക് അവരുടെ തെറ്റിനെ ന്യായീകരണം കാണും. മനസാക്ഷി കുത്തുള്ളവരെ അത് പറയൂ. മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മനസാക്ഷി? എല്ലാവരും അത്തരക്കാരാണോന്നില്ല. നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അമ്മയും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഏതായാലും ഇത് വേണ്ടായിരുന്നടി. അമ്മയോട് ഞാൻ അത് തന്നെ പറയുന്നു. ഇത് വേണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ ഷേർലി കുഞ്ഞ് വിഷ്ണുവിനെ അങ്ങനെ അടിക്കൂ? അവളുടെ അഹങ്കാരം അല്ലാതെന്തുവാ? അതല്ല കുഞ്ഞ്, സംഗതി എന്താണെന്ന് അറിയണം. വർഷങ്ങളായിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്നവരല്ലേ നമ്മള്. വിഷ്ണു അവളുടെ ഗിറ്റാർ എടുത്ത് വായിച്ചു. അത് അവൾക്ക് പിടിച്ചില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പൊ തെറ്റ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണെന്ന് പറ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ അവനെ വഴക്കു പറയുകയോ ഇവിടുന്ന് പറഞ്ഞയക്കുകയോ ചെയ്യരുത്. ഒരു പ്രശ്നം ഉണ്ടായ നിലയ്ക്ക് എല്ലാവരും കൂടെ കൂടി അതൊന്ന് പറഞ്ഞൊതുക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശങ്കരപ്പിള്ള ഈ സംഭവം അറിഞ്ഞില്ലെന്ന് വെച്ചാ മതി. അത് വിഷ്ണു എവിടെ? അകത്തുണ്ട്. വിഷ്ണു, വിഷ്ണു, ഈ ചെറിയ കാര്യത്തിന് നീ പിണങ്ങി അകത്തിരിക്കുകയാണോ? വരൂ, വരാൻ. വിഷ്ണു, എന്റെ മോൾ ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പി ചോദിക്കുന്നു. ആന്റി, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ഇവിടുന്ന് പോകാൻ പാടില്ല. ഞാനാ പറയുന്നേ. പക്ഷേ ഒരു പക്ഷേയില്ല. നിന്നെ ഞാൻ വിടില്ല.